എന്റെ യുവാക്കളോട് യുവതികളോട് ഞാൻ ചോദിക്കുകയാണ്, ആരുമായിട്ടാണ് നമ്മുടെ ബന്ധം? എന്താണ് നമ്മൾ ഇതുകൊണ്ട് നേടിയത്? ഏതാണ് നമുക്കുണ്ടായത്? നമുക്ക് ധാരാളം ആളുകൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ, 15 വയസ്സുകാരിയെ 16 വയസ്സുകാരൻ മാനഭംഗം ചെയ്ത് കൊല്ലുന്ന കാലം. നമ്മൾ ഇതിനു മുമ്പൊക്കെ ഇതൊക്കെ കേൾക്കാൻ പറ്റുമോ? ഞാൻ ഈ വർഷത്തെ തന്നെ ന്യൂ ഇയർ പ്രഭാഷണം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് നടന്നത്. ആ പ്രസംഗത്തിന്റെ ലൈവ് ഒന്ന് കേട്ടാൽ അറിയാം. ഞാൻ പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വഴിതെറ്റുന്ന യുവതയല്ല, വഴിതെറ്റുന്ന കൗമാരമാണ്. ഞാൻ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ പ്രഭാഷണത്തില് ഞാൻ പറഞ്ഞത് വഴിതെറ്റുന്ന കൗമാരമാണ് പ്രശ്നം, യുവതയല്ല, യുവാക്കളല്ല പ്രശ്നം. കൗമാരം പ്രശ്നമാണ്, ടീനേജ് വലിയ പ്രശ്നമാണ് ടീനേജ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, യുവാക്കളല്ല. യുവാക്കളൊക്കെ അത്യാവശ്യമൊക്കെ ചുണ്ടിന്റെ ഇടയിലും വെച്ച് കഴുത്തിന്റെ ഇടയിലും വെച്ച് എല്ലാം പോയി തിരിച്ചു വരാൻ തുടങ്ങി. അവർക്ക് അപകടം മനസ്സിലായി. പക്ഷെ ഈ ടീനേജ് അപകടം മനസ്സിലാക്കിയിട്ടില്ല. ഇവിടുത്തെ റാപ്പ് മ്യൂസിക്കിന്റെ ആളുകൾ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, കേരളത്തിലെ ഇപ്പൊ റാപ്പി മ്യൂസിക്കിന്റെ താളവും അതിന്റെ ആട്ടവുമാണ്. ഓരോ ഉദ്ഘാടനത്തിലും റാപ്പി മ്യൂസിക്കിന്റെ ഗാനമേള നടക്കുമ്പോ തൊട്ടടുത്ത സ്കൂളുകളിൽ ഹാജരില്ല. 13 വയസ്സ് മുതൽ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ മുഴുവനും അവരുടെ ഫോളോവേഴ്സാണ്. അതിൽ നിന്ന് എന്താണ് കിട്ടിയത്? അവരെവിടേക്കാണ് നടത്തിക്കൊണ്ടുപോകുന്നത്? ഏതിലേക്കാണ് കടന്നു പോകുന്നത്? നമ്മുടെ കുട്ടികളെ 13 മുതൽ 21 വരെയുള്ള നിങ്ങളുടെ കുട്ടികളോട് ചോദിക്ക്, ആരെയാണ് ഏറ്റവും ഇഷ്ടം? മമ്മൂട്ടിയല്ല, മോഹൻലാലിനെ അല്ല, അവർക്ക് ആർക്കും ഇഷ്ടം സൽമാൻ ഖാൻ ഒന്നും അല്ല, അതൊക്കെ മാറി. മമ്മൂട്ടിയല്ല അവർക്ക് ഇപ്പൊ ഇഷ്ടം, അവർക്ക് ഇപ്പോൾ ഇഷ്ടം റാപ്പി മ്യൂസിക്കിലാണ്. അവർ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചാൽ കുടിക്കാൻ പറ്റുമോ ഇല്ലയോ, കറാഹത്താണോ എന്നുള്ള ഗവേഷണത്തിലവർ. നിങ്ങളുടെ കുട്ടികളെ ഇൻസ്റ്റാഗ്രാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും, ആരെയാണ് ഏറ്റവും കൂടുതൽ? ഉമ്മമാര് പറയും. ആ പറയുന്നതിൽ എവിടെയെങ്കിലും ധാർമ്മികതയെങ്കിലും ഒരുണ്ടോ? ഏതെങ്കിലും ഒരു ഭാഗത്ത്? ആ കേൾക്കുന്ന പാട്ടുകൾ കുട്ടികളെ മയക്കുമരുന്നിനും കഞ്ചാവിനും മദ്യത്തിനും അടിമകളാക്കി മാറ്റുന്ന ഏറ്റവും വലിയ ഇല്ലാത്ത വരികളുമായി ആഞ്ഞു തുള്ളുകയാണ്. നമ്മുടെ കുട്ടികൾ നിരന്തരമായി കേൾക്കുന്നതാണ്. നിരന്തരമായി ഒരു കാര്യം കേൾക്കുമ്പോൾ അവരതിലേക്ക് കടന്നു പോകും. ഞാൻ സംഗീതത്തിനെതിരൊന്നുമല്ല, പക്ഷേ പണ്ട് കാലത്തെ മാപ്പിളപ്പാട്ടുകൾ അത് കേട്ടാൽ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ ഒരു വികാരമുണ്ടാകും. ഞാൻ മാപ്പിളപ്പാട്ടുകളെയോ ഗായകന്മാരെ ഒന്നും എതിർക്കുകയല്ല. നമ്മൾ ഈ ഭാഗത്തെ ഇപ്പോഴത്തുള്ള പാട്ട് കേക്ക്, ലൈലാന്റെ പാദം പതിഞ്ഞൊരു മണ്ണും മജ്നൂൻ തേടി നടന്നതുപോലെ നീ അതിന്റെ പുറകെ മണത്തി നടന്നോളെ. അപ്പുറത്തോട്ട് എന്താ ഉള്ളത്? പക്ഷെ പണ്ട് കാലത്ത് എങ്ങനെയാണോ? പണ്ട് കാലത്തെ മാപ്പിളപ്പാട്ട് കേട്ടാൽ എന്ത് രസമാണ്. ജ്ഞാനമതില്ലാതെ കാട്ടിപ്പോയി പല നമൂസ്, ഞാനെന്ന ഭാവത്താൽ കൽവിൽ കേറി ഇബ്ലീസ്, ജ്ഞാനമതില്ലാതെ കാട്ടിപ്പോയി പല നമൂസ്. എത്ര മനോഹരമായിട്ടാണ് ആ വാക്കുകൾ വരിക. അതുകൊണ്ട് സംഗീതത്തിനോ ഗായകനോടോ ഞാൻ എതിര് നിൽക്കുകയല്ല. പക്ഷേ സഹോദര, റാപ്പി മ്യൂസിക്കിന്റെ ആൽബങ്ങളിലോ ഹോളിവുഡിന്റെയും ബോളിവുഡിന്റെയും സിനിമാ താരങ്ങളിലോ അല്ല യുവാക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വടിയേടെന്നറിയോ? ആ വടിയാണ് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോകളാരാ. ആ ഹീറോകൾ ഇൻസ്റ്റയിൽ 10 മില്യൺ വ്യൂവേഴ്സ് ഉള്ളവരല്ല, ഈ സോഷ്യൽ മീഡിയയിൽ ഭരിക്കുന്നവരല്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോകൾ ആരെന്നറിയുമോ? അവരാണ് سيدنا سعيد زبير طلحة وابي عبيدة وبن عوف الناشر الكرمي مولاي صل وسلم. നന്നായിട്ട് പാട് മനുഷ്യന്മാർ. ഇപ്പൊ മൗലായ വരെ എയർടെലിന്റെ ടൂണില. മൗലായോ എല്ലാ അതിന്റെ തനതായ ശൈലി എന്നൊക്കെ പോയി.
മൗലായ ഒരു ബുറുദ പാടിയാല് അത് ആസ്വദിക്കാൻ പറ്റട്ടെ. അതൊക്കെ എല്ലാരും വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടായപ്പോ നമ്മുടെ സാദിഖ് അലി ഫാദിലി ബുറുദ പാടും. കേട്ടാൽ നമ്മൾ അറിയാതെ മദീനയിൽ പോകും. കേട്ടിട്ടുണ്ടോ? അടുത്ത സുഹൃത്താ, ഞാൻ ഒറ്റക്കിരുത്തി പാടിക്കും സാദിഖ് അലി ഫാദിലി. അങ്ങനെ എത്ര ആളുകൾ. ഇതെല്ലാരും മൗലായ. ഈ അടുത്ത സമയത്ത് നബിതങ്ങള് ഹിജറ പോയ ത്യാഗത്തിന്റെ കഥ പറയണ പാട്ടൊക്കെ ചില ഗായികമാര് പാടുന്നത് കേൾക്കണം. ആടി പാടി ഇതെന്താ പാടണമെന്നെങ്കിലും ഒന്ന് വിചാരിക്കണ്ട. വിഷയവുമായിട്ടൊരു ബന്ധം വേണ്ടേ? എല്ലാം ആട്ടവും പാട്ടവുമായി മാറുന്ന കാലത്ത് യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരെ നമ്മൾ പിന്തുടരേണ്ടതാരെയാ? ലോകത്തിലെ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ അഭിലാഷങ്ങളും നിലനിൽക്കുമ്പോഴും ആ സമയത്തെല്ലാം ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇതേവരെ അസത്യം പറയാത്ത നാവുകൊണ്ട് സൈദേ നീ സ്വർഗത്തിലാണ്, അബൂ തൽഹ നീ സ്വർഗത്തിലാണ്, സുബൈറേ നീ സ്വർഗത്തിലാണ്, നീ ഭൂമിയിലെ താൽക്കാലിക ജീവിതം കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തെ ഉറപ്പിച്ചിട്ട് ഇവിടെ നിന്ന് കടന്നുപോയ അശറത്തുൽ മുബശ്ശിരീങ്ങളായ 10 പേരില്ലേ, അവര് ലോകചരിത്രത്തിൽ നിന്റെ റോൾ മോഡലായി മാറണം. ആ 10 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു അബീ വഖാസ്. മഹാനായ സയ്യിദിനാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ആരാ സഅദ് റളിയല്ലാഹു തആല അൻഹു? ആരെന്നറിയോ? എന്റെ അഭിനവകാല യുവതയോട് സംസാരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലോട്ട് കടന്നു വരുന്ന ആരംഭകാലത്തില് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആദ്യത്തെ 5 വിശ്വാസികളിൽ 5ാമത്തെ ആളാണ് 18 വയസ്സ് പോലും തികയാത്ത സയ്യിദ് റളിയല്ലാഹു അൻഹു. കൗമാരപ്രായത്തിൽ വഴിതിരിച്ചു പോകുന്ന പ്രിയപ്പെട്ട കൗമാരത്തിനോട്, യുവത്വത്തിനോട് ഞാൻ ഈ പറയുന്നത് ഒരു 30 വയസ്സുകാരന്റെ കഥയല്ല, 40 വയസ്സുകാരന്റെ കഥയല്ല. 18 വയസ്സ് പോലും ആകുന്നതിന് മുമ്പ് സയ്യിദ് റളിയല്ലാഹു തആല മക്കയിൽ ജീവിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഇസ്ലാമുമായി കടന്നു വരുമ്പോ സയ്യിദ് റളിയല്ലാഹു തആല 18 വയസ്സുള്ള പൊന്നുമോന് ചാബല്യങ്ങളുടെയും അപരതകളുടെയും ചപലതകളുടെയും കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സഅദ് എന്ന് പറയുന്ന 18 വയസ്സുകാരൻ ഇസ്ലാം വിശ്വസിച്ചത് ഉമ്മയറിയപ്പോ ആ ഉമ്മ സഅദിനോട് പറയുന്ന, സഅദേ, നമ്മുടെ പാരമ്പര്യമായി കടന്നു വരുന്ന പിതാമഹന്മാര് വിശ്വസിച്ച വിശ്വാസത്തിൽ നിന്ന് നീ മുഹമ്മദിനെ വിശ്വസിച്ചോ സഅദേ? സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി പറയാ, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പ്രകോപനങ്ങളും പ്രലോഭനങ്ങളുമായി പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് തിരിച്ചു വരാൻ പറഞ്ഞപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല. അവസാനം സയ്യിദിന്റെ ഉമ്മ പറയാണ്, 18 വയസ്സുകാരന്റെ ഉമ്മ, മോനെ സയ്യിദ്, നീ എന്ന് അല്ലാഹുവിനെ തള്ളിപ്പറഞ്ഞ് നമ്മുടെ മനാത്തയുടെയും ലാത്തയുടെയും മതത്തിലേക്ക് തിരിച്ചു വന്നാലല്ലാതെ ഉമ്മയിന് ജലപാനം ചെയ്യില്ലെന്ന് പറഞ്ഞ് നിരാഗ്രഹം കിടക്കുമ്പോ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ആദ്യം അതൊന്നും ഗൗനിച്ചില്ല. അവസാനം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഉമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നു. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല വിഷമബദ്ധത്തിലാകുന്നു. ആളുകൾ മക്കയിൽ മുഴുവനും വാത്തക്കാറ്റ് തീ പോലെ പടരുന്നു. സയ്യിദിന്റെ ഉമ്മ നിരാഹാരം കിടന്ന് മരണത്തിലോട്ടെടുക്കുന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല ആളുകളുടെ ബഹുജന സമ്മർദ്ദം ഉണ്ടാകുന്ന സയ്യിദിന്റെ മേൽ സ്വന്തം മാതാവിന്റെ ജീവൻ കളഞ്ഞിട്ടാണോ ഇന്നലെ വന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ നീ മെനഞ്ഞെടുക്കുക? അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ ആ 18 വയസ്സുകാരന് ഇലാ ഹളറത്തി റസൂലില്ലാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഇലാഹായ പടച്ചവനിലും അങ്ങയിലും വിശ്വസിച്ചതിന്റെ പേരിൽ എന്റെ ഉമ്മ മരിക്കാൻ പോകുന്ന നബിയേ, ഞാൻ ഉമ്മാടെ വാക്കിന് വഴിപ്പെടണോ അതല്ല പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി നിലനിൽക്കണോ? അല്ലാഹുവിന്റെ റസൂലിന് ഒരു മറുപടിയും പറയാൻ കഴിഞ്ഞില്ല. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടമാണ്. ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഉമ്മയെ തള്ളണോ പടച്ചവനെ കൊല്ലണോ? പടച്ചോനെ തള്ളണോ ഉമ്മയെ കൊല്ലണോ? എന്ത് ചെയ്യണമെന്നറിയാതെ 18 വയസ്സുള്ള പൊന്നുമോൻ വലിയ സമ്മർദ്ദത്തിലാകുമ്പോ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല വീട്ടിലേക്ക് പോകവേ വീടിന്റെ മുറ്റത്ത് വലിയ ജനക്കൂട്ടമുണ്ട്. ഉമ്മയരാ മരണത്തോട് മല്ലടിക്കുകയാണ്. സയ്യിദ് റളിയല്ലാഹു തആല ഒരു തോൽപാത്രത്തിൽ വെള്ളമെടുത്ത് അവസാനത്തെ ചുണ്ടുണങ്ങി കിടക്കുന്ന ഉമ്മാന്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുമ്പോ, എന്റെ പൊന്നുമ്മ, അഭിനവകാല തലമുറക്കൊന്നും ഈ ചരിത്രം മനസ്സിലാവില്ല. അപസർപ്പക കഥകളെ വെല്ലുന്ന ഡാർക്ക് റൂമുകളില്, നഖത്തിന്റെ 4-1 വലിപ്പമില്ലാത്ത ചിപ്പുകളില് ലോകത്തുള്ള 140 രാട്ടത്തിൽ ഏതൊക്കെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാലും പാതിരാവിന്റെ നിശബ്ദതയിൽ കണ്ടുപിടിച്ചു വരുന്ന റാപ്പ് വേടന്മാരെയും മ്യൂസിക് രാജാക്കന്മാരുടെ പുറകെ പോകുന്ന അഭിനവകാല ചുബിത യൗവനത്തിന് ഇതൊന്നും പറഞ്ഞാൽ കൽബിൽ കേറില്ലെന്നറിയാ. ഇതൊരു പ്രഭാഷകന്റെ വാക്കസർത്തായിട്ട് കരുതണ്ട. എന്നെയും നിന്നെയും പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. പെങ്ങളെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ചെമ്മൺ പാതകൾ നിറഞ്ഞു കിടക്കുന്നത് പോലെ, സർപ്പം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നത് പോലെ ചെമ്മൺ പാടകൾ നിറഞ്ഞ ഈ തപ്പന മരത്തിന്റെ ഓലച്ചാരി വെച്ചൊരു കുടിലിൽ നടന്ന വിശ്വാസത്തിന്റെ സംഘടനമാണിത്. ഒരു തോൽപാത്രത്തിൽ വെള്ളമെടുത്ത് പ്രിയപ്പെട്ട ഉമ്മാന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ദുർബലമായ കൈകൾ കൊണ്ടത് തട്ടി മാറ്റിയിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു എന്റെ ഉമ്മ പറഞ്ഞു, സയ്യിദേ, ഏത് സമയത്ത് നീ അല്ലാഹനെ തള്ളി പറഞ്ഞിട്ട് തിരിച്ചു വരുന്നോ അന്നല്ലാതെ നിന്റെ ഉമ്മ ഒരു തുള്ളി വെള്ളം കുടിക്കില്ലെന്ന് ഉമ്മ ശപഥം ചെയ്യവേ തകർന്ന കൽബുമായി സയ്യിദ് റളിയല്ലാഹു തആല ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയിട്ട് സയ്യിദ് റളിയല്ലാഹു തആല കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി. ആ 18 വയസ്സുകാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കെന്റെ ഉമ്മാനെ നഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയില്ല നബിയേ. ഇനി ഒരു അല്പ നിമിഷവും കൂടി താമസിച്ചാൽ എന്റെ ഉമ്മയുടെ റൂഹ് വിട പറഞ്ഞു പോകും. എന്നാലും എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന എന്റെ റബ്ബിനെ തള്ളിപ്പറയാൻ എനിക്ക് കഴിയുന്നില്ല യാ റസൂലല്ലാഹ്. ബസ് സ്റ്റോപ്പിൽ കണ്ട് കണ്ണിറുക്കി കാണിച്ച ചെറുപ്പക്കാരന് താലി ചാർത്താൻ അല്ലാഹു തന്ന ഈമാനിനെ വലിച്ചെറിഞ്ഞ പെങ്ങളെ, മതമല്ല പ്രശ്നം. ജാതിയും മതവും ദേശവും വർണ്ണവും വർഗവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്കെന്റെ കാമുകൻ മതി എന്ന് പറഞ്ഞ് നിസ്കാരത്തടമുണ്ടായിരുന്ന നെറ്റിത്തടത്തില് നിങ്ങൾ പോയി തലകുനിച്ചു നിർത്തിയ അല്ലാഹു തന്ന ഈമാനിനെ ഒരു പുരുഷന്റെ നെഞ്ചിലെ രോമം കണ്ട് വലിച്ചെറിഞ്ഞ് അവസാന ശരീരത്തിനോടുള്ള കൊതി തീർന്നിട്ടവൻ വലിച്ചെറിഞ്ഞപ്പോ റെയിൽവേ ട്രാക്കിലെ ചിതറിത്തെറിച്ചു പോയ 100 കണക്കിന് പെൺകുട്ടികളുടെ കരലിരിപ്പിക്കുന്ന ചരിത്രത്തിന്റെ മുമ്പില് ഒരു 18 വയസ്സുകാരൻ പറഞ്ഞതേതെന്നറിയോ? ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഈമാനിനെ വലിച്ചെറിഞ്ഞ മുസ്ലിമേ, ഖന്തക്കിലും ഖൈബറിലും ചോര കൊടുത്തിട്ട് ഉഹദിൽ എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ പല്ല് കൊടിഞ്ഞു പോയിട്ട് ബദറിൽ എന്റെ റസൂല് പട്ടിണി കടന്നിട്ട് നമുക്ക് സമ്മാനിച്ച നമ്മുടെ ദീനില്ലേ, ആ ദീനിനെ വലിച്ചെറിഞ്ഞ പുതിയ തലമുറക്ക് എന്താണ് ഈമാന്റെ വിലയെന്നറിയണോ? യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മ എന്റെ മുമ്പിൽ നിരാഹാരം കിടക്കുന്ന നേരത്ത് എന്നാൽ എന്റെ റബ്ബിനെ വലിച്ചെറിയാൻ എനിക്ക് കഴിയുന്നില്ല നബിയേ.
എന്ത് ചെയ്യണമെന്നറിയാതെ ആ 18 വയസ്സുള്ള യൗവനത്തിന്റെ പാരമ്പര്യയിലല്ല ആരംഭത്തിൽ നിൽക്കുന്ന പൊന്നു സൈഡ് വെറുതെയാണോ ഭൂമിയിൽ വെച്ച് സ്വർഗം കിട്ടിയത്? അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ തലതല്ലി കരയുമ്പോ എന്നെ കേൾക്കാൻ കല്ലറക്കലും എന്റെ ലൈവിലും കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, മക്കാ മണ്ണിലിരുന്നിട്ടൊരു 18 വയസ്സുകാരന്റെ കണ്ണ് നിറഞ്ഞപ്പോ അള്ളാഹുവിന്റെ സിംഹാസനത്തിന് ചലനമുണ്ടായ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 18 വയസ്സുകാരന്റെ കൽബ് പൊടിഞ്ഞപ്പോ അത് പടച്ചവന് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടി ഹബീബായ നബി തങ്ങൾക്ക് ഭാവവ്യത്യാസമുണ്ടായി. അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനാകുന്നു. സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നു. ഒരു 18 വയസ്സുകാരന്റെ കണ്ണീര് വന്നപ്പോഴാണ് സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് ആകാശലോകത്ത് നിന്ന് അവതരിപ്പിക്കപ്പെട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അള്ളാഹുവിന്റെ ഹബീബിനായത്തിറങ്ങുകയാണ്. ഇങ്ങനെയാണ് ഓരോ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് 23 വർഷം കൊണ്ട് 6000-ലധികം ആയത്തിറങ്ങിയത്. സൈദേ എഴുന്നേക്ക് സൈദേ. തന്റെ മുമ്പിൽ ഉമ്മാന്റെ പേരിൽ ആവലാട് പറയുന്ന തന്റെ സൈദിനെ റിസാലത്തിന്റെ ഇരുകരങ്ങൾ എടുത്തിട്ട് സൈദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇരു ചുമലുകളിലേക്ക് വെച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൈദേ നിനക്ക് വേണ്ടി ജിബ്രീൽ ആകാശത്ത് നിന്ന് വന്നു. സൈദേ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. സൈദേ നിന്റെ കാര്യത്തിൽ പടച്ചോന്റെ തീരുമാനം വന്നു. സൈദേ നമ്മുടെ കാര്യത്തിൽ എന്തേ പടച്ചോന്റെ തീരുമാനം വരാത്തത്? നമ്മുടെ കണ്ണീരിന് എന്തേ വിലയില്ലാത്തത്? നമ്മുടെ ആപരാധി എന്തേ റബ്ബ് കേൾക്കാത്തത്? എന്റെ റബ്ബ് ഇപ്പോഴും സമീആണ്. എന്റെ റബ്ബ് ഇപ്പോഴും മുജീബാണ്. ഇന്ന റബ്ബി സമീഉം മുജീബ്. എന്റെ റബ്ബിന് ഇപ്പോഴും കേൾവിയുണ്ട്. എന്റെ റബ്ബ് ഇപ്പോഴും മറുപടി പറയുന്നവനാണ്. ആയത്ത് അവതരിക്കപ്പെട്ടപ്പോ ഈ ആയത്ത് ഓതി കൊടുത്തപ്പോ സയ്യിദ് റളിയല്ലാഹു തആല അത്ഭുത സ്തബ്ധനായി കേട്ട് നിന്നിട്ട് ഒരൊറ്റ ഓട്ടമാണ് തന്റെ വീട്ടിലേക്ക്. ആയിരക്കണക്കിന് കുടുംബക്കാര്, നൂറുകണക്കിന് കുടുംബക്കാര് ഉമ്മയുടെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു അതിശീഘ്ര ദ്രുതഗമനം ചെയ്ത് ഓടി വരുന്നത് കണ്ടപ്പോ സയ്യിദ് ഏതാണ്ട് അള്ളാഹുവിന്റെ ദീനിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മാനെ രക്ഷിക്കാനുള്ള വരവാണ് കരുതി ബന്ധുക്കളെല്ലാം സയ്യിദേ ഓടിവാ ഓടിവാ, നിന്റെ ഉമ്മ മരണത്തിന് അവസാന ഘട്ടത്തിലാണ്. നാലുപാട് ശ്രദ്ധിക്കാതെ ഓടി വന്ന് ഇതൊരു അപസർപ്പക കഥയല്ല, ഇത് മായാവി കഥയല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സബബ് നുസൂലാണിത്. അത് ആധികാരികമായ ചരിത്രമാണ്. ഓടി വന്നിട്ട് ജലപാനം പോലും ചെയ്യാതെ വിറക്കുന്ന ചുണ്ടുകളുമായി സക്കറാത്തിലോട്ട് കടന്നു പോകുന്ന ഉമ്മയുടെ അടുക്കൽ വന്ന് ആ 18 വയസ്സുകാരൻ വിളിച്ചു, ഉമ്മ. തന്റെ മകൻ തിരിച്ചു വന്നു എന്ന പ്രത്യാശയോടെ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ കണ്ണു തുറന്നു നോക്കുമ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉമ്മ എന്റെ റബ്ബിൽ വിശ്വസിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്നെ മുമ്പിൽ വെച്ച് നിരാഹാരം കിടന്ന് മരിക്കുമല്ലെന്നേ പറഞ്ഞത്. എന്നാൽ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയാൻ ഞാൻ വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഞാൻ വിശ്വസിച്ചതിന്റെ പേരിൽ, എന്റെ റബ്ബിനെ ഞാൻ സ്നേഹിച്ചതിന്റെ പേരിൽ ഉമ്മ 100 പ്രാവശ്യം അല്ലാഹു എനിക്ക് ജന്മം തരികയും ആ 100 പ്രാവശ്യം റബ്ബിനെ വിശ്വസിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്റെ മുമ്പിൽ കിടന്ന് പട്ടിണി കിടന്ന് പെടഞ്ഞു മരിച്ചാലും ഉമ്മ നിങ്ങൾക്ക് വേണ്ടി എന്റെ റബ്ബിനെ ഞാൻ കൈവിടില്ല 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 എന്ന് പറയാനാണ് വന്നതുമ്മ. ഇനി നിങ്ങളുടെ തീരുമാനമെടുത്തോളൂ എന്ന് പറഞ്ഞ് അല്ലാഹു എനിക്ക് 100 ജന്മം തരികയും ആ 100 ജന്മം റബ്ബിനെ വിശ്വസിച്ചതിന്റെ പേര് എന്റെ റബ്ബ്
റബ്ബിനോടടുത്തതിന്റെ പേര് നിങ്ങൾ എന്റെ മുമ്പിൽ കിടന്ന് പട്ടിണി കിടന്ന് മരിച്ചാലും ഉമ്മ സയ്യിദ് റബ്ബിനെ തള്ളുന്ന പ്രശ്നമില്ല. ആ ഒരൊറ്റ വാക്കിനാണ് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പിന്മാറിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന് വേണ്ടി 18ാമത്തെ വയസ്സിൽ പ്രകോപനങ്ങളും പ്രലോഭനങ്ങളുമായി തുമ്മ നിൽക്കുമ്പോഴും എന്റെ റബ്ബ് എന്റെ റബ്ബ് എന്റെ റബ്ബ് എന്ന് പറയാൻ കഴിയുന്ന ഒരു അടുപ്പത്തിന്റെ പേരാണ് ഒരു യുവതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അതാണ് മഹാനായ സയ്യിദുനാ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. എവിടെയാണ് സയ്യിദുമാര് ജനിക്കണം? സയ്യിദുമാര് ജനിക്കണം. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയീൻ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബദറിലും മികന്തൊരു ശോഭ നബി ബീബി ആമിന തന്റെ സബി വലതുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി നൂറു മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരി ഒന്നുകൂടി ചോദിക്കട്ടെ. വിശുദ്ധ ഖുർആനില് ഹാഫിളീങ്ങളോട് ചോദിച്ചാൽ ഏതാ മോനെ പഠിക്കണത്? ഖദ് സമയല്ലാ. സദറുല്ലാനെ നിർത്തിയിട്ടില്ല. ഈ ഉമ്മത്തിന് ഇപ്പൊ വേണ്ട യുവാവ് ആരാന്ന് ഇൻഷാല്ലാ പറയാം. സദറുല്ലാനെ അങ്ങനെ വെച്ചോളി. സമയമുണ്ടോ? ഇത് ചുമ്മാ ഒന്നുമല്ല അത്ഭുതം ഉണ്ടായത്. ഇത് വെറുതെയല്ല ഇവർക്ക് സ്വർഗം കിട്ടിയത്. നമ്മളിതെല്ലാം പറയും. നമുക്കിത് വല്ലതും പറ്റുമോ? ഒന്നും പറ്റൂല. സൈദാവാനും പറ്റൂല. ദീനിനു വേണ്ടി ഒരു പല്ലിന്റെ ഊന് പോലും നമ്മുടെ പോയിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ എന്താ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാഫിളീങ്ങളോട് ചോദിച്ചവർ ഏതാ പഠിക്കണ? ഖദ് സമയല്ല. ഖദ് സമയല്ല കേട്ടിട്ടില്ലേ? ഖദ് സമയല്ല എന്താണത്? പടച്ച റബ്ബേ യാ അല്ലാഹ്. ഇതാണ് ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഖുർആനെ കുറിച്ച് വളരെ കുറവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഖുർആനാണ്. ഞാൻ ഈ ഓതുന്ന എല്ലാ ആയത്തുകളും ഖുർആനാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹാഫിളാവാൻ പോയത്. 7 മാസം കൊണ്ട് ഹാഫിളായി. ഇപ്പോഴും എനിക്ക് ഏതായത്തും എവിടെ നിന്ന് ഓർമ്മ വരും. എന്തുകൊണ്ട്? അതങ്ങനെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമേ പറയും മനുഷ്യന്മാരെ, അതിനിപ്പോ ഇവിടെ ടാക്സി വല്ലതും കൊടുക്കുന്നു. ഇപ്പോഴും തൊട്ട് മനുഷ്യന്മാരോടൊപ്പ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാമേ പറയാ ബീബിങ്ങളെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കല്ലറക്കല്, ഈ പേര് കേട്ടാൽ തന്നെ മരണത്തെ ഓർമ്മ വരും. കല്ലറ എന്ന് പറഞ്ഞാൽ മരണമാണ്. ഈ പേര് തന്നെ നല്ലൊരു പേരല്ലേ. കല്ലറക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ഖബറിനെ ഓർക്കണമെന്നാണ്. കല്ലറക്കുള്ളിൽ കൊണ്ടുപോയി അടുക്കി വെക്കും. ആ ഒരു കാലത്തേക്ക് പോകുമ്പോ 3ാമത്തെ 28ാമത്തെ ജുസു തുടങ്ങനാണ് ഖദ് സമയല്ല. അല്ലേ? ഖദ് സൂറത്തുൽ മുജാദലയുടെ തുടക്കമാണ്. ഖദ് സമയല്ല തബാറക്കല്ലദീ അമ്മ. ഇങ്ങനെ പറയുമ്പോൾ ഓരോ ജുസുവിന്റെ പേര് അമ്മ അറിഞ്ഞൂടെ? നമ്മൾ യാസീൻ തന്നെ നമുക്ക് അറിഞ്ഞൂടെ? യാസീൻ ഓതിയാൽ തന്നെ മത്തങ്ങയുടെ വള്ളി മാരിയ തുടങ്ങിയ മുബീനി തന്നെ വീണ്ടും എത്തും. ചില റമളാനിലൊക്കെ യാസീൻ ഓതാൻ തുടങ്ങിയാലേ മത്തന്റെ വള്ളി മാരിയ. മത്തന്റെ വള്ളി കണ്ടിട്ടില്ലേ? മുളച്ചെടുത്ത് തന്നെ വളഞ്ഞു വരും. നമ്മൾ മുബീൻ തീരൂല. കുല്ലായ്യൽ കാഫിറൂനൊക്കെ എങ്ങാനും റമളാൻ ഓതാൻ തീരുമാനിച്ച തീരും. ഖദ് സമയല്ല എന്ന് പറഞ്ഞാൽ എന്നാണ്? ഖദ് സമയല്ല, അല്ലാഹു കേട്ടു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പറയണം മനസ്സിലാവണില്ലേ? പറഞ്ഞ മനസ്സിലാവണില്ലേ? ഉണ്ടോ ഇല്ലയോ? തലയെങ്കിലും ആട്ടി മാലക്കും ലാ തന്തിക്കും നിങ്ങളൊന്നും മിണ്ടാത്ത എന്താ? ഖദ് സമയ അല്ലാഹ്, അല്ലാഹു കേട്ടു. ആരെ?
ആരെ? എന്റെ പൊന്നു പെങ്ങളെ ഒന്ന് പഠിക്കി ഖുർആൻ. ഖദ് സമിഅ അല്ലാഹു കേട്ടു ആരെ? ഖൗലല്ലതി, ഒരു പെണ്ണിന്റെ വാക്ക്. ഒരു പെണ്ണിന്റെ വാക്ക് പടച്ചോൻ കേട്ടു. മുഖ്യമന്ത്രിയല്ല, മുഖാത്ത മന്ത്രിയല്ല. രാഷ്ട്രീയം ഒന്നും പറഞ്ഞല്ലേ, ഇമ്മ LDF, ഇമ്മ UDF, എന്തേലും ആവട്ടെ. ഇതൊക്കെ അല്ല ഇന്ന് എന്റെ പുറം നീ ചൊറിഞ്ഞു തന്നാൽ നാളെ നിന്റെ പുറം ഞാൻ ചൊറിഞ്ഞു തരും. ഇതൊരു പരസ്പര സ്വയം സഹകരണ സംഘമാണ്. ഓരോന്നോരോന്ന് എങ്ങോട്ട് ചാടണമെന്ന് വിചാരിക്ക് നിൽക്കുകയാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ അതാണ്. ഇതൊന്നൊരു രാഷ്ട്രീയത്തിൽ പ്രതിബദ്ധതയുള്ള മരണം വരെ അങ്ങനെ തന്നെ. ഇതിപ്പോ ഒരാൾ UAE പോണു, ഒരാൾ ദുബൈ പോണു, ഒരാൾ അങ്ങോട്ട് മാറണോ, ഒരാൾ ഇങ്ങോട്ട് മാറണോ, കാലുമാറ്റം ഒരു കലയായി മാറുകയാണ്. അതിപ്പോ എവിടെയും ആകട്ടെ, നമുക്ക് പ്രശ്നമില്ല. ഖദ് സമിഅ അല്ലാഹ് കേട്ടു. ഖൗലല്ലതി, ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടു. എന്ത് വാക്കാണ്? ക്യാൻസർ വന്നപ്പോ കരഞ്ഞതല്ല, കടം കേറിയപ്പോ പുലമ്പിയതല്ല. അല്ലതീ തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ആവലാതി ഉണ്ടാവുകയും ഭർത്താവിനോട് തർക്കിക്കുകയും വതസ്തകീ ഇലല്ലാഹ്, അല്ലാഹുവിനോട് പരാതി പറയുകയും ചെയ്ത പെണ്ണിന്റെ വാക്ക് റബ്ബ് കേട്ടു നബിയേ. ഖദ് സമിഅ അല്ലാഹ് കേട്ടു ഒരു പെണ്ണിന്റെ വാക്ക്. വല്ലാത്ത വാക്കാണത്. ഇതൊക്കെയാണ് ഖുർആൻ. അല്ലാഹു ഖുർആൻ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയീൻ. ഖദ് സമിഅ അല്ലാഹ് കേട്ടു. ഇങ്ങനെ പഠിക്കണം. നമ്മൾ ഈ ദുബൈയിൽ പോകാൻ ഒരു വിസ വന്നാ കുത്തിയിരുന്ന് അറബി പഠിക്കൂലോ, ഇല്ലേ? ഈ UAE, ഖത്തർ മുഴുവനും നാദാപുരം, വടകര, പാനൂര് വരാൻ. UAE പോയൊരു പാനൂർ റെസ്റ്റോറന്റ് തന്നെയുണ്ട്. എവിടെ പോയാലും നാദാപുരം, ഈ വടകര. ഞാൻ ഒരു ഇൻസ്റ്റയിൽ പറഞ്ഞ മാതിരി ഈ ചായ കച്ചവടം നടത്തിയിട്ട് രക്ഷപ്പെട്ട രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് പ്രധാനമന്ത്രി, ഒന്ന് നാദാപുരംകാരൻ. രണ്ടുപേരും ആ ചായ കച്ചവടം, കറക്ക് ചായ കുടിക്കാൻ എന്താ UAE. ഇപ്പം ദുബൈയിൽ നിന്നാണ് എല്ലാവരും പറയും കഫ്തീരി നടത്തണമെങ്കിൽ നാദാപുരം വടകരക്കാർ വേണം. വേറെ ആർക്കും ആ ഫീൽഡ് പറ്റൂല. കാരണം അവർ അധ്വാനിക്കും, അതിന്റെ പുറകെ നടന്ന് അധ്വാനിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഗൾഫിൽ പോവാൻ നമ്മൾ എന്തുമാത്രം അറബി പഠിക്കും. ഒരു കാക്ക ഗൾഫിൽ പോയി, അവൻ അത്യാവശ്യമൊക്കെ അറബി പഠിച്ചു. അപ്പൊ അറബി വന്നിട്ട് സാധനത്തിന് വില ചോദിച്ചു. കംബുലൂസ് അർബറിയാൽ. അപ്പൊ നമ്മൾ ചോദിക്കൂല ലാസ്റ്റ് എത്രക്ക് തരുമെന്ന്. അറബികളൊരു ചോദ്യമാണ്, ആഖിർ കലാം, ലാസ്റ്റ് എത്ര വില? അപ്പൊ അവനോട് അറബി ചോദിച്ചില്ല, ആഖിർ കലാം. ആ ചങ്ങായി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആഖിർ കലാം അതല്ലാതെ പിന്നെന്താ എന്ന് പറഞ്ഞത് മാതിരി നമ്മൾ അറബി ഭാഷ പഠിക്കണ്ടേ? ഗൾഫിൽ പോകാൻ മാത്രം പഠിച്ചാൽ മതിയോ? അറബി ഭാഷ പഠിക്കണം. എന്മകനേതു വിദേശത്തു പോകിലും നിന്മനെ കമ്പിലി ഓർമ്മ വേണം. നിന്നുടെ ഭാഷ താൻ നിന്തറ വാട്ടമ്മ, അന്യയാം ഭാഷ വിരുന്നുകാരി. ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു പഠിക്ക വേണം. അറബി ഭാഷ പഠിക്കണം. ഇന്നീ ഉഹിബുൽ അറബലി സലാസിൻ, 3 പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് അറബി ഭാഷയെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അന അറബിയുൻ, ഞാൻ അറബിയാണ്. വലിസാനുൽ ഖുർആൻ അറബിയുൻ, ഖുർആന്റെ ഭാഷ അറബിയാണ്. വലിസാനു അഹ്ലിൽ ജന്നത്തി അറബിയുൻ, നാളെ സ്വർഗ്ഗത്തിൽ സംസാരിക്കുന്ന ഭാഷയും അറബിയാണ്. അതുകൊണ്ട് 3 കാരണം കൊണ്ട് എനിക്ക് അറബി ഭാഷ ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അറബീനെ മാത്രം ഇഷ്ടപ്പെട്ട പോരാ, അറബി ഭാഷ, ആ ഭാഷ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പറയാണ്, പെങ്ങളെ പുതിയ കാലത്താവാൻ കഴിയുമെങ്കിൽ ഈ എത്ര കാലം കൊണ്ട് ഞാൻ കരയുന്നു റബ്ബേ, എത്ര കാലം കൊണ്ട് ഞാൻ കണ്ണുനീര് തൂകുന്നു റബ്ബേ. അല്ലാഹുവേ, നീ എന്റെ വാക്ക് കേൾക്കാത്തതെന്താ? അന്നത്തെ ചെവി പോലെയല്ലല്ലോ, അന്നത്തെ കേൾവി പോലെയല്ലല്ലോ. അല്ലാഹുവിന്റെ കേൾവി എന്നാണെന്ന് അഹ്ലുസ് സുന്നത്ത് വൽ ജമാ പറയുന്നുണ്ട്. മഹദിയായ ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ്. മഹാനായ
അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ കാര്യത്തില് അങ്ങയോട് പരാതി പറഞ്ഞില്ല നബിയേ. ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹയാണ് ആ പെണ്ണ്. ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹയാണ് ആ പെണ്ണ്. യുദ്ധം കഴിഞ്ഞ് ഭർത്താവ് വർഷങ്ങൾക്ക് ശേഷം വന്ന് ഖൗല ബിൻത് സഅലബയെ ഊട്ടി വിളിച്ചപ്പോ മഹദി നിസ്കരിക്കുകയാണ്. ഭർത്താവിന് വിളി കേട്ടില്ല. ആ സമയത്ത് ദേഷ്യം വന്ന് ഉബാദത്ത് ബിൻ സാമിത്ത് പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, ഖൗല അന്തി അലയ്യ കൽഹരി ഉമ്മീ എന്ന് പറഞ്ഞാൽ ലിഹാറാണ്. നിന്റെ മുതുക എന്റെ ഉമ്മാന്റെ മുതുക പോലെ ഇരിക്കുന്നു എന്നാണ് അർത്ഥം. അക്കാലത്ത് അങ്ങനെ പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തലാഖുണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിൽ തലാഖുണ്ടാവും. അന്തി അലയ്യക്ക ലഹരി ഉമ്മി. കുറെ വർഷം കഴിഞ്ഞിട്ട് ഭർത്താവ് വന്നിട്ട് വാതിലി മുട്ടി ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല നിസ്കരിക്കാൻ മറുപടി കൊടുത്തില്ല. ദേഷ്യം വന്നപ്പോ ഭർത്താവ് പറഞ്ഞു, അന്തി അലയ്യക്ക ലഹരി ഉമ്മി എന്ന് പറഞ്ഞാൽ തലാഖാണ്. പിന്നെ അവർ രണ്ടുപേരും തമ്മിൽ ബന്ധമില്ല. അക്കാലത്ത് അങ്ങനെയാണ് നിയമം. നിന്റെ മുതുക് എന്റെ ഉമ്മാന്റെ മുതുക് പോലെ ഇരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ നിയമം മാറ്റിയതൊരു പെണ്ണാണ്. എന്താ ഈ ഖുർആനാ നിങ്ങൾ എഴുതിയത്? ആ നിയമം ഒരു പെണ്ണിന്റെ കണ്ണീരിന്റെ മുമ്പിൽ മാറ്റി എഴുതപ്പെട്ടു. ആ സമയത്ത് ഖൗല ബിൻത് സഅലബ വന്ന് നോക്കുമ്പോ ഭർത്താവ് നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. അവര് തമ്മിലാണെങ്കിലോ യുദ്ധത്തിന് പോയവരാണ്. ഇന്നത്തെ പോലെ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നുമില്ല, റീൽസും ഒന്നുമില്ല. വന്ന് കണ്ടു, ഓടി ചെല്ലുമ്പോഴാണ് ഭർത്താവ് തലാക്കിയത്. ഖൗല ബിൻത് സഅലബ പറഞ്ഞു, ഭർത്താവെ, ഞാൻ നിസ്കാരത്തിലായതുകൊണ്ടാണ് വിളി കേൾക്കായിരുന്നത്. നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചത്? അപ്പൊ ഇദ്ദേഹത്തിന് സങ്കടമായി. പടച്ചോനെ, നിസ്കരിക്കുകയായിരുന്നല്ലോ പടച്ചോനെ, ഞാൻ വേറെ വല്ലതുമാന്ന് കരുതിയിട്ട് ദേഷ്യത്തിൽ പറഞ്ഞാൽ. ഈ ദേഷ്യത്തിന് തലാഖ് എന്ന് പറയുന്ന കാര്യം കളിക്കാനുള്ളതല്ല. മിക്ക ആളുകളും വിളിക്കും, ഉസ്താദെ ഞാനും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുമ്പോ ദേഷ്യത്തിൽ അവളെ ഞാൻ പറഞ്ഞു നിന്നെ മുത്തലാക്കാന്ന്. ദേഷ്യത്തിൽ പറഞ്ഞാലും സ്നേഹത്തിൽ പറഞ്ഞാലും തലാക്ക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നെ അടി കൊടുത്താലും പിന്നീട് തിരുമ്മി കൊടുത്താൽ മതി. തലാക്ക് ചൊല്ലുക എന്ന് പറയുന്നത് സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസലുഹുന്ന ജിദ്ദുൻ. 3 കാര്യങ്ങൾ തമാശയ്ക്ക് പറഞ്ഞാൽ ഇത് കാര്യമായിട്ട് വരും. അതിലൊന്ന് തലാക്കാണ്. ഭാര്യ ഭർത്താക്കന്മാര് വഴക്കുണ്ടാക്കുമ്പോൾ തലാക്ക് എന്ന വാക്കേ പറയരുത്. അത് വലിയ മസലകളുള്ള വിഷയമാണ്. തലാക്കേ ചൊല്ലാൻ പാടില്ല. എന്തിനാണ് ആ പാവത്തിനെ തലാക്ക് ചെല്ലേണ്ടത്? നമ്മളെ സഹിച്ചിത്ര നാൾ നിന്നതല്ലേ, നമ്മുടെ മക്കളുടെ ഉമ്മയല്ലേ, നമ്മുടെ ജീവിതത്തിൽ താങ്ങൻ തണലുമായി നിന്നവളല്ലേ. ഞാനതിൽ ആ വിഷയത്തിലോട്ട് പോകണല്ലോ, പറഞ്ഞാൽ വലിയ വിഷയങ്ങളിലേക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. തലാക്ക് ചൊല്ലാനേ പാടില്ല. അനുവദനീയമാക്കപ്പെട്ട കാര്യത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഇന്ന അബ്ഗളൽ ഹലാലി ഇൻദല്ലാഹി അത്തലാഖ്. അനുവദനീയമാണ് അനിവാര്യ ഘട്ടത്തിൽ, എന്നാലും പടച്ചോന് ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒരേ ഒരു കാര്യം അത്തലാഖ്, തലാഖ് ചൊല്ലലാണ്. ഇനി രണ്ടുപേരും ഒന്നിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തലാഖ് ചൊല്ലി എന്നിരിക്കട്ടെ. തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്കിൽ ലൈവ് ഇടരുത്. അള്ളാഹു പറയുന്നത് സറാഹൻ ജമീല. രണ്ടുപേരും വേർപിരിഞ്ഞു, മാന്യമായ രീതിയിൽ വേർപിരിയണം. വേർപിരി കഴിഞ്ഞാൽ ഭർത്താവിന്റെ കുറ്റം പിന്നെ ഭാര്യ പറയാൻ പാടില്ല, ഭാര്യയുടെ കുറ്റം ഭർത്താവ് പറയാൻ പാടില്ല. ഒന്നിച്ച് ജീവിച്ചപ്പോൾ എല്ലാ രഹസ്യങ്ങളും പങ്കുവെച്ചവരാണവർ. അനിവാര്യമായി പിരിയേണ്ട ഒരു സാഹചര്യം വന്നാൽ പിരിഞ്ഞു കഴിഞ്ഞാലും മാന്യത ബന്ധത്തിൽ പുലർത്തണമെന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. സറാഹൻ ജമീല. ഞാൻ എന്താ വേർപെട്ടെന്നറിയാവോ? അത് ശരിയില്ല, പറയരുത്. പരസ്പര ബഹുമാനത്തോടെ ബന്ധത്ത് കൊണ്ടുപോകണമെന്നാണ്. എത്ര മനോഹരമാണ് ഖുർആൻ. അള്ളാഹുവിന്റെ നിയമങ്ങളെ പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വിവാഹബന്ധം വേർപെടുത്തിയാൽ പോലും ഉമ്മത്തെക്കുഞ്ഞ, അവൾക്ക് ആവശ്യമുള്ള സമ്പത്ത് കൊടുക്കണം ഇനി അവൾക്ക് ജീവിക്കാൻ. സറാഹൻ ജമീല, മാന്യമായ രീതിയിൽ നമ്മൾ തമ്മിൽ യോജിച്ചു പോവില്ല. പക്ഷെ ഇത്രയും നാൾ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നവളാണ് നീ, ഇത്രയും നാൾ എന്റെ വസ്ത്രം അലക്കി തന്നവളാണ്, എന്റെ കൂടെ നിന്നവളാണ്, നമ്മൾ പരസ്പരം പിരിയുകയാണ് എന്ന് പറഞ്ഞ് സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവളെ യാത്രയാക്കണം. മുമ്പോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ അടിക്കരുത്, തൊടിക്കരുത്, അവളുടെ അഭിമാനത്തെ പിച്ചി ചിന്തരുത്, അപസർപ്പക കഥകളെ വെല്ലുന്ന കഥകൾ പറയരുത്. എത്ര മനോഹരമാണ് ഖുർആൻ. അള്ളാഹു നമുക്കതിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തൗഫീക്ക് നൽകട്ടെ.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഭാര്യയും ഭർത്താവും തമ്മിൽ തലാക്കായി. അവസാനം ഖൗലാ ബിൻത് സൈലബ റളിയല്ലാഹു അൻഹാ ബഹുമാനപ്പെട്ട ഉബാദത്ത് ബിൻ സാമിത്ത് പറഞ്ഞു, ഖൗലാ വിളിച്ചിട്ട് വാതിൽ തുറക്കാത്ത ദേശത്തിന് പറഞ്ഞതാണ് മോളെ, പക്ഷേ രണ്ടുപേരും തമ്മിൽ തലാക്കായല്ലോ. അവസാനം മഹദിയായ ഖൗലാ ബിൻത് സൈലബ റളിയല്ലാഹു അൻഹാ ഈ വിഷയത്തിന് പരിഹാരം കാണാൻ ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലെത്തും ഹബീബായ നബി തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ സംസാരിച്ചിരിക്കുകയാ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആ സമയത്ത് ഖൗലാ ബിൻത് സൈലബ വന്നത് ഇഷ്ടപ്പെട്ടില്ല. തങ്ങളുടെ രഹസ്യമായ ഹബീബായ നബി തങ്ങളെ പലപ്പോഴും ഒഴിവിന് കിട്ടാറില്ല. ആ കിട്ടിയ സമയത്ത് വന്നത് കിട്ടിയ സമയത്ത് ഖൗലാ ബിൻത് സൈലബ വന്നത് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ആ സമയത്താണ് ഖൗലാ ബിൻത് സൈലബ പറയുന്നത്, യാ റസൂലല്ലാഹ്, ഒരു ദേശത്തിൽ എന്റെ ഭർത്താവ് ലിഹാർ ചൊല്ലിയിട്ട് എന്നെ തലാഖ് ചൊല്ലി നബിയെ. ഞങ്ങൾ രണ്ടുപേരും തമ്മിലും മാനസികമായിട്ട് പറഞ്ഞതല്ല. എനിക്ക് അദ്ദേഹത്തെ പിരിഞ്ഞ് ജീവിക്കാനും കഴിയില്ല. ആ ബന്ധമെങ്ങാനും സാധുവാകുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി നമ്മുടെ ഈ കാലത്ത് കാണുന്നത് പോലെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി നിയമത്തിന് ഭേദഗതി നടത്തുന്നവരല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖൗലാ, ഇത് പടച്ചവന്റെ നിയമമാണ്, എനിക്കത് തിരുത്താൻ കഴിയില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ബന്ധം വേർപിരിഞ്ഞുകൊള്ളുക. ഖൗലാ ബിൻത് സൈലബ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങനെ പറയല്ല നബിയേ. ഉബാദയെ വിട്ടിട്ട് എനിക്ക് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ എങ്ങാനും തലാഖ് സംഭവിച്ചാൽ എന്റെ രണ്ട് മക്കൾ യതീമീങ്ങളാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ആവർത്തിച്ച് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഖൗലാ, തിരിച്ചുപോ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇത് സഹിക്കാൻ പറ്റിയില്ല. തങ്ങളുടെ രഹസ്യ സമയത്ത് ഖൗല വന്നത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു തആല പൊട്ടിത്തെറിച്ചിട്ട് ചോദിച്ചു, വത്ര ഖൗല, ഹബീബായ നബി തങ്ങൾ പറ്റൂലാന്ന് പറഞ്ഞതല്ലേ, പിന്നെ നിനക്ക് പോയിക്കൂടെ? ഹബീബിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ? ഖൗലാ ബിൻത് സൈലബ റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ആയിഷ ബീബി അല്ലാഹുവിന്റെ റസൂലിനെ കല്യാണം ആലോചിച്ച ഒരാൾ കൂടിയാണ് ഖൗലാ ബിൻത് സൈലബ റളിയല്ലാഹു അൻഹാ. എല്ലാവരും അട്ടിയോടിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോ, എന്റെ പ്രിയപ്പെട്ട മങ്ങളെ, സമയത്തിന്റെ പരിമിതി കൊണ്ട് വിശാലമായ ചരിത്രത്തിലോട്ട് നടക്കാൻ കഴിയില്ല. ആരൊക്കെ എന്നെ കൈവിട്ടാലും എനിക്കെന്റെ റബ്ബുണ്ടല്ലോ. കണ്ണുകളുടെ കണ്ണീര് കാണുന്ന, ത്രസിക്കുന്ന നെഞ്ചകത്തിന്റെ വേദന അറിയുന്ന, ഞാൻ അകപ്പെട്ടു പോയ എന്റെ പ്രയാസങ്ങളുടെ ആഴങ്ങൾ അറിയുന്നവനാരാ? സഹോദരി, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമുക്കൊരു രോഗമുണ്ടെന്ന് കരുതുക. ഏറ്റവും നിപുണനായ ഡോക്ടറിന് അടുക്കൽ ചെന്നാലും നമ്മുടെ രോഗലക്ഷണങ്ങളൊക്കെ പറഞ്ഞാലല്ലേ അദ്ദേഹം പറയുന്നതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അതിലും കിട്ടിയില്ലെങ്കിൽ MRI എടുക്കാം. എത്ര പരിശോധനകൾ നടത്തി, ഏതൊക്കെ അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തെ കീറി മുറിച്ചിട്ടാ. ഏറ്റവും നിപുണനായ ഡോക്ടർക്ക് പോലും നമ്മുടെ രോഗത്തിന്റെ തീവ്രത അറിയുക. എത്രമാത്രം വിവരിച്ചാലാണ് നമ്മുടെ ഭാര്യക്ക് നമ്മുടെ വേദന അറിയുക. പക്ഷേ ഒന്ന് പറയുക പോലും വേണ്ട. സഹോദരായി, നിന്റെ രോഗത്തിന്റെ തീവ്രത അറിയുന്നതാരാ? ക്യാൻസർ വന്നവളാണോ നിന്റെ വേദനയുടെ തീവ്രത അറിയുന്നവളാരാ? കടമത്രയുണ്ടെന്ന് ഒരാൾക്കും അറിയില്ല. പറഞ്ഞാലല്ലാതെ അറിയാത്ത സങ്കടമുള്ളവനെ, പറയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളും പുറവും അറിയുന്ന ഒരേ ഒരാളാരാ? എന്റെ സങ്കടത്തിന് ആഴമറിയുന്നതാരാ? എന്റെ വേദനയുടെ തീവ്രത അറിയുന്നതാരാ? എന്റെ കടത്തിന്റെ വ്യാപ്തി അറിയുന്നതാരാ? പറയാതെ തന്നെ അറിയുന്ന എന്റെ റബ്ബല്ലേ. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ രണ്ട് മക്കളെ ചേർത്ത് പിടിച്ചിട്ട് ഖൗലാ ബിൻത് സൈലബ എന്ന നിരാലംബയായ പെണ്ണാകാശത്തേക്ക് കൈകൊളിയെത്തിയിട്ട് പറഞ്ഞു, റബ്ബേ,
എന്റെ ഭർത്താവും ഞാനും തമ്മിൽ വേർപെടുകയാണ് നിന്റെ നിയമത്തിന്റെ മുമ്പിൽ. എനിക്കെന്റെ ഉപാധയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എനിക്കെന്റെ മക്കൾക്ക് വാപ്പയില്ല റബ്ബേ. കേറിക്കിടക്കാൻ തലചായ്ക്കാൻ എനിക്കൊരിടമില്ല റബ്ബേ. അല്ലാഹുമ്മ അൻസിൽ ലനാ ലിസാനി നബീക, നിന്റെ ഹബീബിന്റെ നാവിലൂടെ ഖൗലയുടെ പ്രയാസത്തിന് ഒരു പരിഹാരം തരണേ അല്ലാ. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുന്ന ഹബീബിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ചുകൂടി. കല്ലറക്കലപ്പങ്ങള്, ഒരു പാവപ്പെട്ട പെണ്ണ് തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ റബ്ബിനോട് പരാതി പറഞ്ഞപ്പോ അവളുടെ കണ്ണ് നിറഞ്ഞത് റബ്ബിന് സഹിച്ചില്ല. ആകാശലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങൾക്ക് സൂറത്തുൽ മുജാദലയുടെ ആയത്തിറങ്ങി. നബിയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖദ് സമിഅല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. ഈ ഒരൊറ്റ ആയത്തിന്റെ പരിഭാഷ ഹൃദയം തൊട്ട് കേട്ടാൽ നിങ്ങൾക്ക് റബ്ബിനെ മറക്കൂല. ഖദ് സമിഅല്ലാഹ്, അല്ലാഹു കേട്ടു നബിയേ, റബ്ബ് കേട്ടു നബിയേ. അല്ലതീ തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ കാര്യത്തില് അങ്ങയോട് വന്ന് തർക്കിച്ച ആ പെണ്ണില്ല നബിയേ, ആ സ്ത്രീയില്ല നബിയേ. അങ്ങയുടെ അടുക്കൽ നിന്ന് പരിഹാരം കിട്ടാതെ അല്ലാഹുവിലേക്ക് അവലാതി പറഞ്ഞ പ്രിയപ്പെട്ട പെണ്ണില്ലേ, വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള തർക്കം അല്ലാഹു കേട്ടു. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, വല്ലാഹു യസ്മഉ തഹാവുറകുമാ. ഇതാണ് ഖുർആൻ, ഇതാണ് നാം ഓതുന്ന ഖുർആൻ. വല്ലാഹു യസ്മഉ, അല്ലാഹു കേട്ടു നബിയേ, തഹാവുറകുമാ, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള തർക്കം കേട്ടു നബിയേ. തലാക്ക് സംഭവിക്കില്ലെന്ന് പറഞ്ഞോളൂ, ഖൗലയോട് ഉപാധയുടെ കൂടെ ജീവിച്ചോളാൻ പറഞ്ഞോളൂ. ഒരു നിയമം തന്നെ റബ്ബ് സ്ഥിരമാക്കിയത് ഒരു നിരാലംബയായ സ്ത്രീയുടെ കണ്ണീരിന്റെ മുമ്പിലാണ് പെങ്ങളെ. നമുക്കെന്ത് റബ്ബ്, നമുക്കെന്ത് റബ്ബ് ചെറുപ്പക്കാരാ. സമയം കിട്ടിയാല് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്ത് സയ്യിദ്, എന്ത് ഖുർആൻ. ഹബീബ് 1400 വർഷം മുമ്പ് പറഞ്ഞു, ഒരു കാലം വരും, ആ കാലഘട്ടമാകുമ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ വിചാരം രണ്ട് വിചാരമാണ്. ഹിമ്മത്തുഹുൽ ബത്നു വൽ ഫർജു, സ്വന്തം വയറിനെയും ഗുഹ്യസ്ഥാനത്തെയും കുറിച്ചല്ലാതെ അവർക്കൊരു ചിന്തയുണ്ടാവില്ല. ഹിമ്മത്തുഹും, ഗൗരവത്തോടെ കേട്ടോളൂ, ഹിമ്മത്തുഹും അൽ ബത്നു വൽ ഫർജു. ഒരു കാലം വരുമ്പോ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അൽ ബത്നു, ഒന്ന് വയറ്, രണ്ട് വൽ ഫർജു ഗുഹ്യസ്ഥാനം. എവിടെയാണോ നല്ല ഭക്ഷണം കിട്ടുന്നത്, പാതിരാത്രിയില് കിലോമീറ്റർ താണ്ടിപ്പോയി പാതിരാത്രിയില് ഭക്ഷണം കഴിച്ച് 2 മണിക്കും 3 മണിക്കും ടീ ഷോപ്പുകളുടെ മുമ്പിൽ എന്ത് തിരക്കാണ്. ആരെയും കുറ്റം പറയല്ല, നടന്നോട്ടെ തിന്നോട്ടെ. 2 മണിയാകുമ്പോ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ വടകര അങ്ങാടിയിലും കണ്ണൂരങ്ങാടിയിലും പോയി കാറിൽ പോയി തിന്നു തന്നെ. കോഴി പൊരിച്ചതും കോഴി വറുത്തതും തന്നെ 3 മണിക്ക് വീട്ടിൽ തിരിച്ചു വന്ന് പടച്ചോന്റെ പള്ളിയിൽ സുബഹിന്റെ ബാങ്ക് വിളിക്കുമ്പോ ഒരു വക്കത്തിന് നീട്ടി നിസ്കരിക്കാൻ കഴിയാതെ പള്ളം നിറക്കാൻ ജീവിക്കുന്ന മുസ്ലിമേ, എവിടെയാണ് നിന്റെ റബ്ബിനോട് നിനക്ക് ബന്ധം നഷ്ടപ്പെട്ടത്? ഇത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ ആരുടെയും ഭക്ഷണത്തെയോ ഹോട്ടലുകളെയോ പറയുകയല്ല, ഞാനത് ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ സഹോദരാ, പാതിരാത്രിയിൽ ഭാര്യയും മക്കളെയും ചേർത്ത് അവർക്ക് ലോകത്തുള്ള സകലതും വാങ്ങിച്ചു കൊടുത്ത് അസ്സലാത്തു ഖൈറും മിനന്നൗം. ഒരു ജീവിതത്തിൽ ഒരു ദിവസം ഒരടിമ റബ്ബിനോട് ഏറ്റവും അടുക്കുന്നത് സുബഹിക്കല്ലേ?
ബക്കറ്റൂരൊക്കെ ഞാൻ എടുത്തുതരാം ഇൻഷാ അല്ലാഹ്. ഞാൻ ചിലപ്പോ വർഷത്തിൽ ഞാൻ ഈ വയത് വെറുതെ പറയുന്നതല്ല, ഇത് അപകടമാണ്. എന്നെ ഇപ്പോ ഹോട്ടലുകാരെ ആര് പറഞ്ഞാലും ടോളിയാലും ഒന്നും എനിക്ക് പ്രശ്നമില്ല. ഇത് അപകടങ്ങൾ കഴിച്ചോളൂ. പക്ഷെ സുബഹി ഖളാക്കിയിട്ടുള്ള ഈ സംസ്കാരം ഉമ്മത്തിനെ നശിപ്പിക്കും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബറക്കത്തുകൾ ഇല്ലാതാവും. സുബഹിയുടെ നമസ്കാരം, ആ നമസ്കാരത്തിൽ വന്ന് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വഅഫിനാ ഫീമൻ ആഫൈത്. പടച്ചവനെ നീ എനിക്ക് സന്മാർഗം തരണം, വഅഫിനാ നീ എനിക്ക് ആരോഗ്യം തരണം റബ്ബേ. സുബഹിന്റെ ഖുനൂത്തിൽ വഅഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത്. ഇത് നിസ്സാരമാണോ? ഇത് നിസ്സാരമാണോ? പടച്ചവനെ വബാരിക് ലനാ ഫീമാ അഅതൈത്. നീ എനിക്ക് തന്നതിലൊക്കെ ബറക്കത്ത് തരണേ അല്ലാഹ്. നീ തന്ന മക്കളിൽ എനിക്ക് ബറക്കത്ത് തരണം. എന്റെ മക്കൾ 5 നേരത്തെ നിസ്കരിക്കുന്ന മക്കളാവണം. അവരെനിക്ക് സ്വാലിഹീങ്ങളായ മക്കളാവണം. സ്വന്തം ശരീരത്തിലേക്ക് തുറിച്ചു നോക്കിയിട്ട് വാതിൽ കുച്ചിയിടാതെ കിടന്നുറങ്ങാൻ പറ്റാത്ത സ്വന്തം മകനെ കുറിച്ച് പറഞ്ഞ് എന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ ഉമ്മയെ ഞാൻ കേട്ടിട്ടുണ്ട്. പോൺ സൈറ്റുകൾക്ക് അടിമകളായി അവസാനം ഉസ്താദേ 35 കഴിയുന്നതിന് മുമ്പേ അങ്ങാടിയിലെ കശ്മലന്മാരന്റെ ശരീരത്തെ കുത്തിപ്പറിച്ചിട്ടില്ല. സാമൂഹ്യ വിരുദ്ധരനോട് അപമര്യാദ പറഞ്ഞിട്ടില്ല. രാത്രിയിൽ ബെഡ്റൂമിന്റെ വാതിൽ കുച്ചിടാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത പ്രവാസിയുടെ ഭാര്യ എനിക്ക് പേടി എന്റെ പൊന്നുമോനെയാണെന്ന് ഞാൻ മടിത്തട്ടിലിരുത്തി അമ്മിഞ്ഞ പാല് കൊടുത്ത അവന്റെ മാതൃത്വത്തിന്റെ പൈതൃകത്വത്തിന്റെ അടയാളത്തിലേക്ക് ലൈംഗികതയോടെ നോക്കുന്ന മകനെ പറഞ്ഞിട്ട് ഇനി മരിച്ചാൽ മതിയായിരുന്നു പറയുന്ന ഉമ്മമാര്, പെങ്ങളോട് ലൈംഗിക ചട്ടത കാണിക്കുന്ന കൗമാരം. സഹോദരാ സഹോദരി, ഒരു കാലം വരും ആ സമയത്ത് ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ബത്തിനു എങ്ങനെയും പള്ള നിറക്കണം. പാതിരാത്രിയിൽ ഇൻസ്റ്റാഗ്രാമിന്റെ റീലുകളിൽ എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുക? കഴിക്കണം. ഞാൻ അങ്ങനെ കഴിക്കുന്ന ആളാണ്. ഏറ്റവും നല്ല ഭക്ഷണം നോക്കിപ്പോയി കഴിക്കുന്ന ആളാണ്. പക്ഷെ അതെന്റെ സുബൈക്ക് തടസ്സമല്ല, അതെന്റെ ഇശായിന് തടസ്സമല്ല, അതെന്റെ മഗ്‌രിബിന് തടസ്സമല്ല. ഞാൻ ഏറ്റവും നന്നായിട്ട് ഭക്ഷണം കഴിക്കണ ആരാ? വടകര വഴി പോയാൽ ഞാൻ MRIയിൽ കയറാതെ പോവില്ല. അവിടെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് 1, 2, 3 റിയാസ്. അദ്ദേഹത്തെയും കാണും. MRIയിൽ കയറി അനൂപിന്റെ കയ്യിൽ ഒരു ചായയും കുടിക്കും. അത് ഞാൻ കുടിക്കും. പക്ഷെ അതെന്റെ സുബൈക്ക് തടസ്സമല്ല, അതെന്റെ മഗ്‌രിബിന് തടസ്സമല്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ സാലിഹീങ്ങളാവാൻ, നമ്മുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാവാൻ ആയിക്കോളൂ. പക്ഷേ അൽബത്തിനു വയറ് എവിടെയും ഭക്ഷണം അവസാനം തിന്ന് ഉള്ള പൈനാപ്പിളും കുക്കുംബറും പുളിനാരങ്ങയും തിന്ന് കത്തുപാട്ടും പാടി നടക്കൺ. എല്ലാത്തിനും സമയമുണ്ട്. എന്റെ റബ്ബിന് 5 നേരം എന്റെ റബ്ബിന് വേണ്ടി അരമണിക്കൂർ മാറ്റാൻ എനിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു ദിവസം 24 രൂപ കിട്ടി. എത്ര കിട്ടി? 24 രൂപ. വൈകുന്നേരം ഉപ്പാടെ കയ്യിൽ കൊണ്ടുപോയി 1 രൂപ കൊടുത്തു. ഉപ്പ എന്ത് പറയും? 23 നിങ്ങൾ എടുത്തോണ്ട് പോടാന്ന് പറയും. ഉമ്മാക്ക് കൊടുത്താൽ ഉമ്മ പറയും എടുത്തോണ്ട് പോടാന്ന് പറയും. നന്ദി കെട്ടവരെ, നിനക്ക് 24 മണിക്കൂർ തന്ന റബ്ബിന് 5 വക്കത്ത് നിസ്കാരത്തിന് 1 മണിക്കൂർ പോരെ? 1 മണിക്കൂർ നീ എനിക്ക് തന്നോ? റബ്ബിന് തൃപ്തിയാണ്. തൃപ്തിപ്പെടുത്താൻ ഏറ്റവും എളുപ്പം റബ്ബിനെ. 11 മാസം നീ തിന്നോ കുടിച്ചോ, 1 മാസം എനിക്ക് തന്നാൽ മതി, തൃപ്തിയാണ്. 1000 രൂപ നിന്റെ കയ്യിലുണ്ടോ? 975 നീ എടുത്തോ, 25 എനിക്ക് തന്നാ മതി, സക്കാത്ത്, തൃപ്തിയാണ്. നിങ്ങളുടെ 1000 രൂപയുണ്ട്. ആദ്യം മോൻ കൊണ്ടോ 25 രൂപ 975 അവൻ എടുത്തു. പാപ്പാക്ക് തൃപ്തിയാവോ? ഭർത്താവിന് 1000 രൂപയുണ്ട്, 25 രൂപ ഭാര്യക്ക് കൊടുത്തു. അവിടെ പറയുണ്ട പുറത്തിൽ കുഞ്ഞബ്ദുള്ള നടത്തുകൊണ്ട് ഭാര്യക്ക് തൃപ്തിയാവില്ല. പക്ഷെ നിന്റെ റബ്ബിന് കൊടുത്തോ? ആരോഗ്യം തന്ന, ആഫിയത്ത് തന്ന, കണ്ണ് തന്ന, കാട് തന്ന,
കാല് തന്ന വജഅലലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫീദാ ഖലീലൻ മാ തഷ്കുറൂൻ. വജഅലലകുമുസ് സമഅ കേൾവി നിനക്ക് തന്നില്ല മോനെ, വൽ ബസറ കാഴ്ച തന്നില്ലേ, വൽ അഫീദാ ഹൃദയം തന്നില്ലേ. എന്നിട്ട് റബ്ബ് പറയാ ഖലീലൻ മാ തഷ്കുറൂൻ. നന്ദി കാണിക്കുന്നവര് കുറവാണല്ലോ. അല്ലാഹനെ തൃപ്തിപ്പെടുത്താനാണ് ഏറ്റവും എളുപ്പം. ചെയ്തൂടെ? പറയും മനുഷ്യന്മാരെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും വലിയ പ്രശ്നം വയറ്, അത് കഴിഞ്ഞാൽ ഫർജ്, ഗുഹ്യസ്ഥാനം. അതിനുവേണ്ടി എന്തും 16 വയസ്സുകാരൻ 15 വയസ്സുകാരിയെ പ്രണയമെന്ന ഭാവത്തിൽ കൊണ്ടുപോയി അവളുടെ മാനം പിച്ച് ചിന്തപ്പെടുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങൾ സ്വയം പരിചകളാവണം. പുരുഷന്റെ നോട്ടത്തിന്റെ മുമ്പിൽ നിന്റെ ശരീരത്തെ വെച്ച് കൊടുക്കില്ലെന്ന് നിനക്ക് ചിന്തിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹോദര സഹോദരി, അല്ലാഹു നമുക്ക് എല്ലാ ഖൈറുകളും ഇവിടെ നിന്ന് നമ്മൾ പടച്ചോന്റെ തൃപ്തിയെ സമ്പാദിച്ചാൽ നമ്മൾ നേരെ പടച്ചോന്റെ തൃപ്തിക്ക് പ്രതിഫലം നൽകുന്ന ഒരു നാളുണ്ട്. അല്ലാഹു നമ്മളവിടെ എത്തിക്കട്ടെ. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഈ ബക്കറ്റുമായിട്ട് നമ്മുടെ സംഘാടകർ വരും. നമ്മുടെ പ്രസിദ്ധമായ കല്ലറക്കൽ മഹല്ലില് ഒരു ദറസ് തുടങ്ങണം എന്നൊരാഗ്രഹമുണ്ട്, അല്ലേ? വേണ്ടേ? ദറസ് വേണ്ടേ? ഈ ഉമ്മത്തിന് ഏറ്റവും ഐശ്വര്യം ഉണ്ടായിരുന്ന സമയം എപ്പോഴാണെന്നറിയോ? പറയും മൊയ്ലിയാര് വെറുതെ പറയണാണ്. നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും പറക്കത്തുണ്ടായ സമയം എപ്പോഴാണെന്നറിയോ? പള്ളി ദറസിലെ മൊയ്ലിയാരി കുട്ടി 3 ദിവസം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് അല്ലാഹുമ്മ തൈമന വസ്ഖിമൻ സക്കാന, പടച്ചോനെ എന്നെ കഴിപ്പിച്ചവർക്ക് നീ കഴിപ്പിക്കണേ റബ്ബേ, എന്നെ കുടിപ്പിച്ചവർക്ക് നീ കുടിപ്പിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ബാരിക് ലഹും ബിമാ റസഖതഹും, നീ അവർക്ക് കൊടുത്തതിൽ നീ ബറക്കത്ത് ചെയ്യണേ എന്ന് ദറസിലെ മൊയ്ലിയാരി കുട്ടി 3 നേരം ദുആ ചെയ്ത സമയത്ത് ഇമാതിരി ക്യാൻസർ ഒന്നും വന്നിട്ടില്ല. നമുക്ക് ദറസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരു അപകർഷതാബോധം. ആ ദുആ കിട്ടിയ സമയത്ത് ആർക്കും ഇത്ര വലിയ മാരകമായ ക്യാൻസർ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ സമയം കിട്ടിയാ പറയാം. അതൊരു ഐശ്വര്യമാണ് ഒരു ദറസിന്റെ. നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നു. പള്ളിയിൽ ദറസുണ്ട്, തങ്ങളുടെ ദറസുണ്ട്. ഒരു മഗ്‌രിബ് ഇശാഇന്റെ ഒഴിവുള്ള സമയത്ത് നാട്ടിലെ സാധാരണക്കാരെ കുട്ടികളെ കൊണ്ടുവന്നൊരു 2 ആയത്ത് പഠിപ്പിച്ചൂടെ? അവർക്ക് നന്മകളുടെ വഴികൾ പറഞ്ഞു കൊടുക്കൂടെ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു നല്ല സദഖ അതിലേക്ക് ഇടി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബക്കറ്റ് എടുത്തോളി. ആദ്യം കാദറാജിയുടെ മേടിച്ചോ, കിട്ടോ? ദർഹമാണേലും കുഴപ്പമില്ല, നമുക്ക് അഹങ്കാരമൊന്നുമില്ല. ചെന്നാലും തിന്നും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മുസ്തഫാജിയൊക്കെ ഇരിക്കുന്ന എല്ലാവരും മേടിച്ചോളി. ഒരു നല്ല സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഈ സദഖ ചെയ്യുന്നവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഏതൊക്കെ ആഗ്രഹങ്ങളാണോ നീ സബലീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, അവരുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എല്ലാവിധ പ്രയാസത്തിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, മാരക രോഗത്തിൽ നിന്ന് നീ കാക്കണേ റഹ്മാനേ. ബിഹഖി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, റാഹത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ഇവിടെ പറഞ്ഞ സമയം അനുസരിച്ച് 11 മണിയായി.
ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂർ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. പോരെ? അതുവരെ ഇരിക്കൂലേ എല്ലാവരും? ഒരു അരമണിക്കൂറോടെ ഇരിക്കൂലേ? അങ്ങനെ ഇരിക്കും എന്നുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കാൻ നോക്കട്ടെ. കൈയുള്ളവരൊക്കെ പൊക്ക്. ഇരിക്കൂല. അള്ളാഹു സ്വീകരിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കരഞ്ഞാൽ പടച്ചോന്റെ ദർബാർ ചലിക്കണം. നമ്മൾ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദർബാർ ചലിക്കണം. അതിലൂടെ നമ്മുടെ ജീവിതത്തിന് നന്മകൾ ഉണ്ടാവണം. ഈ ദുനിയാവിലെ നാം ജീവിച്ചിരിക്കുമ്പോ അള്ളാഹുവിനോട് അടുപ്പമുണ്ടാവണം. എന്നാൽ അള്ളാഹു നാളെ നമുക്ക് ആ അടുപ്പത്തിന്റെ പ്രതിഫലം നൽകും. നമുക്കൊരാളോട് വലിയ അടുപ്പമുണ്ടെങ്കിൽ നമ്മൾ ആ അദ്ദേഹത്തിന്റെ അടുക്കൽ പോകുമ്പോൾ നമുക്ക് വലിയ സൗകര്യങ്ങൾ ചെയ്തു തരും, ഇല്ലേ? ഒരാളുമായിട്ട് അല്ലാടും. ഇപ്പൊ കാതറാജിയായിട്ട് എനിക്ക് അടുപ്പമുണ്ട്, ഇല്ല മുസ്തഫാജിയായിട്ട് അടുപ്പമുണ്ട്. ഞാൻ UAE പോവാണ്. അപ്പൊ അവര് പറയും, ഉസ്താദെ ഒരു അടുപ്പമുള്ള ആളല്ലേ, ഒരു ഹോട്ടൽ റൂം, അല്ലെങ്കിൽ ഭക്ഷണം, അല്ലെങ്കിൽ വണ്ടി, അടുപ്പമുള്ള ഒരാള് നമുക്കപ്പോ ഒന്നും ഉണ്ടാവൂല. എനിക്കോ ദുബൈയിൽ പോയാല് മാഫി പുലൂസ് മാഫി മുഷ്കിൽ. അപ്പൊ അവിടെ ചെല്ലുമ്പോ അവിടെ സൗകര്യമുള്ള ഒരാൾ എന്ത് ചെയ്യും? നമ്മൾ തമ്മിലൊരു അടുപ്പമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സൗകര്യം അവിടെ ചെയ്തു തരും. തരൂലേ? തരുവോ മനുഷ്യന്മാരെ? അത് ചെയ്തു തരൂലേ? ചെയ്തു തരും. നമ്മൾ വലിയ അടുപ്പമാണ്. എനിക്ക് ഏറ്റവും അടുപ്പുള്ള ഒരു കുടുംബമുണ്ട് ഖത്തറിൽ. അവരുടെ വീടിന്റെ 3ാമത്തെ നിലയിൽ ഒരു റൂം എനിക്ക് വേണ്ടിയാണ്. നാട്ടിൽ അവർക്ക് 2 വീടുണ്ട്. 2 വീട്ടിലും എനിക്കൊരു റൂമുണ്ട്. എന്നാൽ ഞാൻ അവരെ ആരുമല്ല. എന്നാൽ ഞാൻ അവരേലും ആരെങ്കിലും ആണോ? എല്ലാമാണ്. അവരെനിക്ക് എങ്ങനെയാണ്? അങ്ങനെയാണ്. പാങ് ഇബ്രാഹിം ഹാജി കുടുംബവും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. ഇന്നിപ്പോ വാത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അവരെ വീട്ടിലാണ് താമസിക്കണം. എന്നോട് പറഞ്ഞു ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കും, കിടന്നിട്ട് പോയാൽ മതി. അവര് നാട്ടിലുണ്ട്, ഹോട്ടലിൽ റൂം എടുപ്പിക്കില്ല. അതൊരു ബന്ധമാണ്. എന്തുകൊണ്ട്? അടുപ്പമുള്ളവർക്ക് വേണ്ടി ആവശ്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും. അങ്ങനെ ഒരു അടുപ്പം ഈ ദുനിയാവിൽ യജമാനനുമായി അടുപ്പമുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നൊരു യാത്രയുണ്ട്. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നൊരു യാത്രയുണ്ട്. ആ യാത്രയാണ് അള്ളാഹുവിലേക്കുള്ള മടക്കം. അള്ളാഹുവിലേക്കുള്ള മരിച്ചവന്റെ മുമ്പിൽ യാസീൻ ഓതുകയാണ്. യാസീൻ അവസാനിപ്പിക്കണം എങ്ങനെയാണ്? ഇലൈഹി തുർജഊൻ, നീ മടങ്ങി വരികയാണ്. മരിച്ചു കിടക്കാണ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ്. ആ സമയത്ത് മരിച്ചവന്റെ മുമ്പിൽ നമ്മൾ ഓതുകയാണ് യാസീൻ വൽ മുക്രിക്കാക്ക വന്നു അൽ ഫാത്തിഹ. അതേവരെ എല്ലാവരുടെയും മുമ്പിൽ ഞെളിഞ്ഞു നടന്നവനെ ഇതാ റൂഹ് പോവുകയാണ്. റൂഹൊന്നു വിട്ടാൽ ചത്ത ചകമല്ല പൊട്ടാ, പറന്നെന്തുടൽക്കെന്ത് ബഹുമാനം പൊട്ടാ. അത്തക പുത്തക 4 കാല്, അവന് താനെ നടക്കിലോ 2 കാല്, ഉച്ചി വെളുക്കിലോ 3 കാല്, അവൻ ഊരുക്കു പോകിലോ 10 കാല്. അത്തക പൊത്തക 4 കാല്. മനസ്സിലായില്ല? മനസ്സിലായെങ്കിൽ ഇല്ല. അത്തക പൊത്തക 4 കാല്, അവൻ താനെ നടക്കിലോ 2 കാല്, ഉച്ചി വെളുക്കിലോ 3 കാല്, അവൻ ഊരുക്കു പോകിലോ 10 കാല്. ഗുണംകുടി മസ്താൻ എന്ന മഹാപാടിയനാണ്. ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് നടക്കുമ്പോ അത്തോ പൊത്തോ എന്നും പറഞ്ഞ് വീടുന്ന കാലത്ത് നീ നടന്നത് 4 കാലിലല്ലേ? 2 കാലും 2 കൈയും കുത്തി കമിഴ്ന്ന് നടന്നവരാണ് നമ്മൾ. അത്തോ പൊത്തോ എന്ന് പറഞ്ഞ് വീഴും. എന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? മനസ്സിലായിനാ? എന്റെ സ്ഥാപനത്തിൽ നാദാപുരത്തുകാർ പറയുന്നുണ്ട്. ഞാൻ പറയും മോനെ ആ ഉസ്താ നാദാപുരം വ്യത്യാസമുണ്ട്.
ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാവണില്ലേ? അത്തോ പൊത്തോ ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് പ്രസവിച്ചിട്ട് നടക്കാൻ പോകുമ്പോ വീഴും, അപ്പൊ രണ്ട് കൈ കുത്തും. നമ്മൾ ആരാ മോനെ? ഇപ്പൊ പേര് കേട്ട അഹമ്മദ് കബീർ ബാക്കവി ഇവിടെ ആരും അനൗൺസ് ചെയ്യണുണ്ട്, പ്രഭാഷണ കലയിലെ ഹിംസ്ര ജന്തുന്നോ? ആരാ ഇതൊക്കെ? ഈ പ്രതാപവും ഈ കെട്ടഭിഷേകവും ഈ എല്ലാ നമ്മൾ ചാത്തിക്കൊടുക്കുന്ന വിശേഷണങ്ങൾ അവസാനിക്കുന്ന ഈ മനുഷ്യന്റെ ആകെ സത്തയാരാ? പെങ്ങളെ അത്തക പുത്തക നാലുകാല് മാടഗർഭാസ്യത്തിൽ നിന്ന് ജനിച്ചു വീണപ്പോ അത്തോ പൊത്തോന്ന് വീഴുന്ന സമയത്ത് നാലുകാലിൽ ജീവിതം തുടങ്ങിയവനാണ്. പിന്നെ താനെ നടക്കിലോ രണ്ട് കാല്, എഴുന്നേറ്റ് നിവർന്ന് നടക്കാൻ തുടങ്ങിയപ്പോ രണ്ട് കാലിലായി. ഉച്ചി വെളുക്കിലോ മൂന്ന് കാല്, തല നരക്കാൻ തുടങ്ങിയപ്പോ മൂന്ന് കാലിലായി. നടക്കുന്ന രണ്ട് കാലും കുത്തിപ്പിടിച്ച വടിയൊന്ന് മൂന്ന്. ആദ്യം നാല് കാല്, രണ്ട് കൈയും കുത്തി രണ്ട് കാലും കുത്തി. തന്നെ ഇങ്ങനെ നെഞ്ചും വിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോ രണ്ട് കാല്. ഉച്ചി വെളുക്കിലോ മൂന്ന് കാല്. ഉച്ചി വെളുക്കാൻ തലമുടി നരച്ചു. അപ്പൊ മൂന്ന് കാല്, നടക്കുന്ന രണ്ട് കാലും കുത്തണ വടിയൊന്ന് മൂന്ന്. അവസാനം അവൻ ഊരുക്കു പോകിലോ പത്തുകാല്. അവന്റെ സ്വന്തം നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ അവൻ 10 കാലിൽ പോവുകയാണ്. മയ്യത്ത് കെട്ടിലിന് 6 കാല്, അത് ചുമക്കുന്ന രണ്ടുപേരുടെ 4 കാല്. അവസാനം 4 കാലിൽ കുനിഞ്ഞ് 2 കാലിൽ നിവർന്ന് 3 കാലിൽ കുനിഞ്ഞു നിന്ന് അവസാനം 10 കാലിലും മലർന്നു പോകുന്ന ഒരു ജീവിതത്തിന്റെ ഇടയിലാണ് നമ്മളുള്ളത്. ആ മനോഹരമായ ഒരു തിരിച്ചുപോക്ക് വളരെ മനോഹരമായിട്ട് തിരിച്ചു പോകണം സഹോദരാ. ഞാനിവിടെ വന്നപ്പോ ഇതേവരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു, അഹമ്മദാജിയെ കുറിച്ച്. ഈ പള്ളിയുടെ ഓരോ മണൽത്തരികളിലും ആ മനുഷ്യനുണ്ടായിരുന്നെന്ന്, അദ്ദേഹത്തിന്റെ ജീവിതം കല്ലറക്കൽ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്, അദ്ദേഹത്തിന്റെ ആരോഗ്യവും സമയവും ഈ മിഹ്റാബുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്. ഈ വാക്ക് കേട്ട ആ മനുഷ്യൻ ഇപ്പൊ പള്ളിയുടെ ഖബർസ്ഥാനിൽ സന്തോഷിക്കുന്നുണ്ട്. എന്തിന്? അമ്മദാജിയല്ലേ? ആ മനുഷ്യൻ ഈ പള്ളിക്കാട്ടിൽ എവിടെയോ 6 അടി മണ്ണിന്റെ ഉള്ളിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഞാൻ ചെയ്ത സദക്ക വെറുതെ ആയില്ലല്ലോ റബ്ബേ. എന്റെ മയ്യത്തടക്കുന്ന പള്ളിയുടെ ചാരത്ത് വന്ന് ഞാൻ റുക്കൂ ചെയ്തത്, സുജൂദ് ചെയ്തത്, അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചതൊന്നും പാടായില്ലല്ലോ അല്ലാ. സഹോദരാ, എല്ലാം നഷ്ടപ്പെടുമ്പോ തുടങ്ങിയെടുത്ത് ഞാൻ അവസാനിപ്പിക്കട്ടെ. 5 വിരലുകൾ പറഞ്ഞതുപോലെ പ്രതാപം നഷ്ടപ്പെടാ, സമ്പത്ത് നഷ്ടപ്പെടാ, ആരോഗ്യം നഷ്ടപ്പെടാ. പക്ഷേ അള്ളാഹു നമ്മളെ അതിൽ നിന്നെല്ലാം കാത്തിരക്ഷിക്കട്ടെ. പക്ഷേ നഷ്ടപ്പെടാതെ പടച്ചവനോടുള്ള അടുപ്പമുണ്ടായാൽ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ അഹമ്മദ് കബീർ ബാക്കവിക്ക് ധാരാളം പ്ലാനുകളുണ്ട്. ഞാൻ തിരിച്ചു വന്നിന്ന് ഇവിടെ എത്തി. ഇന്ന് വകല് കഴിഞ്ഞിട്ട് എറണാകുളത്തെത്തണം. അവിടെ നിന്ന് ഉച്ചയ്ക്ക് എറണാകുളത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് പെരുമ്പാവൂർ റിപ്പബ്ലിക് ദിന സമ്മേളനമുണ്ട്, അതിലും പങ്കെടുത്തിട്ട് തിരിച്ചിട്ട് ഞാൻ നാളെ രാത്രി വീട്ടിലെത്തുമെന്ന് വകലിന് കയറുന്നതിന് മുമ്പേ എന്റെ പൊന്നുമോള് വിളിച്ചപ്പോ ഉപ്പച്ചി എപ്പ വരൂന്ന് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവല്ലേ തീരുമാനിക്കേണ്ടത്. സഹോദരാ, യാത്രയുടെ പ്ലാനുകൾ എങ്ങാനും തെറ്റിപ്പോയാൽ അവസാനത്തെ ഒടുക്കത്തെ യാത്രയില്ലേ, കബീർ ബാക്കവി മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങളും വരില്ലേ? 4 വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് നിങ്ങൾ എന്നെ പള്ളിയുടെ മുമ്പിലെത്തിക്കില്ലേ? ഇമാമത്ത് നിന്ന് നിസ്കരിക്കുമ്പോ എന്റെ പുറകിൽ കൈകെട്ടിയിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയുകയില്ലേ? 6 അടി മണ്ണിലോട്ട് ഇറക്കി വെച്ചിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യില്ലേ? അവസാനം മൂടുപലക വെച്ച് മണ്ണിട്ട് മൂടി മൈനാഞ്ചിച്ചടി അടയാളം വെച്ച് ഇറങ്ങി പോകുമ്പോ നിങ്ങൾ പറയില്ലേ, എത്ര നല്ല വഅ്ള് പറഞ്ഞ മനുഷ്യനായിരുന്നു, നമ്മുടെ നാട്ടിൽ വഅ്ള് പറഞ്ഞ ആളല്ലേ? 2 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് ഞാൻ മെല്ലെ മെല്ലെ മാഞ്ഞു പോവില്ലേ?
പിറ്റേ ദിവസം നമ്മളെ കുറിച്ച് നാട്ടുകാർ മറക്കില്ലേ? ഒരു വർഷം കഴിഞ്ഞാലും 40 കഴിഞ്ഞാലും മക്കൾ മറക്കില്ലേ? ഭാര്യയുടെ മനസ്സിൽ നിന്ന് ചിന്തകൾ മാറില്ലേ? ഭാര്യ മരിച്ചാലും ഭർത്താവെന്ന് മോത്തിരിക്കുവോ? സഹോദരാ, 6 അടി മണ്ണിലെ മീസാൻ കല്ലിന്റെ അടിയിലേക്ക് പോയ നമ്മളെ ആരാണ് ഓർക്കാറുള്ളത്? ഞാൻ എന്നെ വീട്ടിൽ പോയാല് വകുത് കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ കിടക്കാൻ ബെഡ്ഷീറ്റ് വിരിച്ചിടാൻ എന്റെ ഭാര്യയുണ്ട്, ഭക്ഷണവുമായി കാത്തു നിൽക്കാൻ അവളുണ്ട്. പക്ഷേ 6 അടി മണ്ണിൽ എന്നെ അടക്കിക്കഴിഞ്ഞാൽ എനിക്ക് ബെഡ്ഷീറ്റ് വിരിക്കാൻ ആളില്ലാത്ത, എനിക്ക് ദാഹിക്കുമ്പോ ഭക്ഷണം തരാൻ എന്റെ ഭാര്യയില്ലാത്ത, കെട്ടിപ്പിടിച്ചുമ്മ തരാൻ എന്റെ മക്കളില്ലാത്ത 6 അടി മണ്ണിലേക്ക് പോകുമ്പോഴല്ലേ എനിക്കൊരാളെ ആവശ്യമുള്ളത്. ഞാൻ യാത്ര ചെയ്ത് വരുമ്പോ എന്റെ കൂടെ നിഴല് പോലെ 10-25 വർഷമായിട്ട് എന്റെ ഭാര്യ സഹോദരൻ അബ്ദുള്ളയുണ്ട്. എന്റെ യാത്രയിൽ കണ്ണിരുമാടെ വണ്ടി ഓടിക്കാൻ അനീസ്തങ്ങളുണ്ട്. എനിക്കൊരാവശ്യം വന്നാൽ ചായ വാങ്ങിച്ചു തരാൻ, ഭക്ഷണം തരാൻ, വസ്ത്രമെടുത്തു മാറ്റി തരാൻ, എന്റെ ഔഷധങ്ങൾ തരാൻ എന്റെ കൂടെ ആളുണ്ട്. പക്ഷേ ഞാൻ എന്റെ കാര്യം പറഞ്ഞത് നിങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്ക്. 6 അടി മണ്ണിൽ അടക്കിയാൽ എനിക്ക് ബെഡ്ഷീറ്റ് വേണ്ടേ? എനിക്ക് കിടക്കാൻ കട്ടില് വേണ്ടേ? ആ സമയത്താണ് പടച്ചവനോട് ഏറ്റവും അടുപ്പമുള്ളവരെ അല്ലാഹു എന്ന മലക്കുകളെ പറഞ്ഞു വിടുന്നത്. പുതിയാപ്ല ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോളൂ. മലക്കുകളെ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുത്തോളൂ. മലക്കുകളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവന് സ്വർഗത്തിന്റെ പാനീയം കൊടുത്തോളൂ. 72 വണ്ടി മാറ്റി കൊടുക്കണം. അതിന്റെ ഇടയിൽ ഇതൊന്നും വരരുത്. ഇവിടെ അവസാനത്തെ ഒടുക്കത്തെ വണ്ടിയുടെ കഥ പറയുമ്പോഴാ 72 വണ്ടി. ഇതൊരു ഒടുക്കത്തെ വണ്ടിയാണ്. വീട്ടിലെ മെത്തയും വിട്ടുപിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഒന്ന് ചിന്തിക്കും. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഒരു പുള്ളി പോലും ഇല്ലാത്ത വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് മജുമയുടെ അത്തറും പൂശി മുക്രിക്കാക്കെ കെട്ടിപ്പറക്കി വെച്ചത് 6 അടി മണ്ണിൽ വെച്ചാലും പിന്നെ മുകളിലേക്ക് മണ്ണാണ്. വാരി വാരി ഇടുന്ന നേരം ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണോ? വഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനും വജന്നത്തുൻ നഈം. വഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവരാണെങ്കിൽ. അപ്പൊ കല്ലറക്കൽ അബ്ദുൽ ഖാദർ ഹാജിയാണോ, മുസ്തഫ ഹാജിയാണോ? ഒരു പേരുമില്ല, ഒറ്റ പേര്, കബീർ വാക്കവി. കബീർ വാക്കവി. എന്റെ അടിമകൾ ആരുണ്ട്? എല്ലാവർക്കും ഒരു സ്വർഗമേ ഉള്ളൂ. പടച്ചവനോട് ഏറ്റവും അടുത്തവർക്ക് 3 സ്വർഗമാണ്. അള്ളാഹുവിനോട് അടുത്തവരാണോ? നിനക്ക് റൗഹുണ്ട്, റൈഹാനുണ്ട്, ജന്നത്തുൻ നഈമുണ്ട്. അള്ളാഹു നമ്മളെ അതിൽപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ അതിൽപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ അതിൽപ്പെടുത്തട്ടെ. വാളുകൾ വരുന്ന സമയത്ത് ഈ ഉമറാക്കൾ മുഴുവനും അള്ളാഹു ഉമറാക്കൾക്ക് അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ. ചില ആളുകള് ഉമറാക്കളെ വല്ലാരങ്ങള് തള്ളിക്കളയുന്നൊരു പ്രവണതയുണ്ട്. ഈ ഉമറാക്കൾ ഞാൻ മുസ്തഫാജിയുടെ ഒരു പൈസ മേടിച്ചിട്ടില്ല. ഉണ്ടോ? ഇപ്പൊ പറയാം എന്തോ കൊടുത്തിട്ടുണ്ട്. അബ്ദുൽ ഖാദർ ഹാജിയുടെ ഞാൻ ഒരു ബിൽസ് വാങ്ങിച്ചില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ ഈ സമ്പന്നരുള്ളപ്പോഴാണ് പള്ളിയുടെ മിനാരങ്ങൾക്ക് അവര് കൊടുത്തത്. അവര് മരുഭൂമിയിൽ പോയി ഉണ്ടാക്കിയത് പള്ളിയുടെ ദർസ് ഉണ്ടാക്കാൻ കൊടുത്തു, അറബി കോളേജുകൾ ഉണ്ടാക്കാൻ കൊടുത്തു, അഗതി അനാഥ മന്ദിരങ്ങൾക്ക് കൊടുത്തു. കൂലിപ്പണിക്കാരൻ 10 രൂപയാണെങ്കിൽ 10 രൂപ കൊടുത്തു. ഈ ഉമ്മത്തിന്റെ ഉമറാക്കൾ സദക്ക ചെയ്തപ്പോഴാണ് ഇവിടെ ഇഫ്ള് കോളേജുകൾ ഉണ്ടായത്, ഇവിടുത്തെ അറബി കോളേജുകൾ ഉണ്ടായത്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തിന്റെ ഭാഗം തന്നപ്പോഴാണ് ഇവിടെ ഇതെല്ലാം പൊതിച്ചു പൊന്തിയത്. അള്ളാഹു ഒരു സമ്പത്തിന് ബറക്കത്ത് നൽകുമാറാകട്ടെ.
ഇപ്പോൾ ഒരു മോതിരം വിഴുങ്ങി ഹോസ്പിറ്റലിലുള്ള കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ എല്ലാവിധ അപകടത്തിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രതിസന്ധികൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു പൂർണ്ണ ശിഫാ നൽകട്ടെ. പടച്ചവനെ, എനിക്ക് നിന്റെ സ്വർഗം മതി, എനിക്ക് നിന്റെ സ്വർഗം മതി. ഈ ദുനിയാവിൽ നിന്ന് കണ്ണടയുന്ന നേരത്ത് റബ്ബേ നിന്റെ സ്വർഗം എന്റെ അവസാനത്തെ കാഴ്ചയാകണം റബ്ബേ. ഭാര്യയും മക്കളും കരയുന്നുണ്ട്. ആ സമയത്ത് ഗതികെട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ. ഞാൻ മരിച്ചാൽ എന്റെ പൊന്നുമോൾ എന്നെ തട്ടി വിളിക്കും ഉപ്പ, മറുപടി പറയാൻ കഴിയാതെ കിടക്കുമ്പോ ആ കരയുന്ന മക്കളോട് പറയണം, നീ മരിക്കുന്ന നേരത്ത് കരയുന്ന ഭർത്താവിനോട് പറയണം, വിഷമിക്കണ്ട, നിങ്ങളുടെ ഉമ്മാക്ക് സ്വർഗമുണ്ട്, ആ സ്വർഗത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറയാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു